രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വത്തെ വിമർശിച്ച സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ബിനോയ് വിശ്വം. രാഹുലിന്റേത് രാഷ്ട്രീയമായ പക്വതയില്ലായ്മയെന്ന ബിനോയ് വിശ്വം. പുതുക്കാട് സെന്ററിൽ കാറിടിച്ച ലോറി ഡ്രൈവർ മരിച്ച സംഭവത്തിൽ അപകടത്തിനിടയാക്കിയ കാർ കസ്റ്റഡിയിലെടുത്തു. കാർ ഓടിച്ചിരുന്ന എറണാകുളം സ്വദേശിയായ ഡോക്ടർക്കെതിരെ പോലീസ് കേസെടുത്തു. ഹൈസ്കൂളുകളെയും ഹയർ സെക്കൻഡറിയെയും ഏകീകരിക്കണമെന്ന നിർദ്ദേശമടങ്ങിയ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ചുള്ള ആശങ്ക വ്യാപകമാകുന്നു. ഹയർ സെക്കൻഡറിയുടെ ഗുണനിലവാരം തകരാനിടയാകുമെന്ന് അധ്യാപക സംഘടനകൾ. കൊമ്മൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് വനംവകുപ്പ് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് നീക്കാൻ ധാരണയായി. നിയന്ത്രണങ്ങൾക്ക് വിധേയമായി രാമചന്ദ്രന് ഉത്സവങ്ങൾക്ക് എഴുന്നള്ളിക്കുന്നതിന് അനുമതി നൽകാനും ചർച്ചയിൽ തീരുമാനം. മാള വലിയ പറമ്പിൽ പൂട്ടിക്കിടന്ന വീട് കുത്തിത്തുറന്ന വൻ കവർച്ച. 35 ലക്ഷത്തോളം രൂപ വില വരുന്ന ആഭരണങ്ങൾ നഷ്ടപ്പെട്ടു. വിശദമായ വാർത്തയിലേക്ക്. BJP വിരുദ്ധ തരംഗം സൃഷ്ടിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തി LDFനെതിരെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് രാഷ്ട്രീയമായ പക്വതയില്ലായ്മയും കാഴ്ചപ്പാടില്ലായ്മയുമാണെന്ന് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ബിനോയ് വിശ്വം. തൃശൂർ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയം പറയാമെന്ന തെരഞ്ഞെടുപ്പ് സംവാദത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ബിനോയ് വിശ്വം. BJPക്കെതിരെ മറ്റു കക്ഷികളെ ഒപ്പം നിർത്തുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. വടക്കേപ്പറമ്പിലെ പാമ്പിനെ കൊല്ലാൻ തെക്കേപ്പറമ്പിൽ വടിയുമായി ഇറങ്ങിയ അവസ്ഥയാണ് രാഹുലിൻ്റേത്. മുഖ്യശത്രു കോൺഗ്രസ് അല്ല, മുഖ്യശത്രു BJPയാണ്, RSS ആണ്. BJPക്ക് സ്ഥാനാർത്ഥിയില്ലാത്ത വയനാട്, BJP ഒരു നിർണായകമായ ശക്തി അല്ലാത്ത കേരളത്തിൽ തന്നെ വേണം BJPയെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള രാഹുലിൻ്റെ മത്സരമെന്ന് തീരുമാനിച്ച ആ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പാകതയില്ലായ്മ തെളിയിക്കപ്പെടുകയാണ്. വടക്കേപ്പറമ്പിൽ പണം വിരിച്ചാടുന്ന ആ പാമ്പിനെ തല്ലാൻ വേണ്ടി രാഹുൽ ഗാന്ധി ഒരു വടിയും കൊടുത്ത് കോൺഗ്രസ് അയച്ചത് തെക്കേപ്പറമ്പിലേക്കാണ്. ആരാണ് മുഖ്യശത്രുവെന്ന് കോൺഗ്രസ് പറയണം. എന്തുകൊണ്ട് LDFനെതിരെ എന്ന് വയനാട്ടിൽ രാഹുൽ ഗാന്ധി പറയണം. സർവേ ഫലങ്ങളെ അവജ്ഞയോടെ തള്ളുന്നു. കോൺഗ്രസ് ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും പാർട്ടി അല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. മൃദു ഹിന്ദുത്വ പാർട്ടിയായി കോൺഗ്രസ് മാറുന്നു. BJPയുടെ പ്രധാനമന്ത്രി രാജ്യം ഭരിക്കാൻ പാടില്ലെന്നാണ് ഇടതു പാർട്ടികളുടെ നയം. തൂക്കു പാർലമെന്റിനാണ് ഇത്തവണ സാധ്യത. അങ്ങനെ വന്നാൽ ഇടതുപക്ഷം BJPയെ പുറത്താക്കുന്ന നിലപാട് സ്വീകരിക്കും. BJP പാളയത്തിലേക്ക് പോകില്ലെന്ന് കോൺഗ്രസ് MPമാർക്ക് ഉറപ്പ് പറയാനാകില്ല. റഫാൽ ഇടപാടിൽ കാവൽക്കാരൻ കള്ളനാണെന്ന് സുപ്രീം കോടതി വിധിയിലൂടെ വ്യക്തമാക്കുകയാണ്. വ്യോമസേനയെ ഓർത്തുവേണം കന്നി വോട്ടർമാർ വോട്ട് ചെയ്യാനെന്ന മോദിയുടെ പ്രസ്താവനയെ സ്വാഗതം ചെയ്യുന്നു. വ്യോമസേനയെ ഓർത്താൽ റഫേൽ ഇടപാടിലൂടെ രാജ്യസുരക്ഷയെ ഒറ്റുകൊടുത്ത മോദിക്കെതിരെ മാത്രമേ ജനം വോട്ട് ചെയ്യുകയുള്ളൂവെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. CN ജയദേവൻ മികച്ച MPയാണ്. അതേ മികവ് രാജാജിക്കുണ്ടെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, പ്രസ് ക്ലബ് ഭാരവാഹികളായ K പ്രഭാത്, മുകേഷ് ലാൽ, പ്രദീപ് കുമാർ എന്നിവരും സംവാദത്തിൽ പങ്കെടുത്തു. TCV തൃശൂർ. പുതുക്കാട് സെന്ററിൽ കാറിടിച്ച് ലോറി ഡ്രൈവർ മരിച്ച സംഭവത്തിൽ അപകടത്തിനിടയാക്കിയ കാർ കസ്റ്റഡിയിലെടുത്തു. കാർ ഓടിച്ചിരുന്ന എറണാകുളം സ്വദേശിയായ ഡോക്ടർക്കെതിരെ പോലീസ് കേസെടുത്തു. ഞായറാഴ്ച അർദ്ധരാത്രി പുതുക്കാട് സെന്ററിൽ ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെയാണ് ലോറി ഡ്രൈവർ കാറിടിച്ച് മരിച്ചത്. എറണാകുളം സ്വദേശിയായ ഡോക്ടർ സംഗീത് ചെറിയാന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കാർ. കളമശ്ശേരിയിലെ ഷോറൂമിൽ നിന്നാണ് പുതുക്കാട് പോലീസ് കാർ കസ്റ്റഡിയിലെടുത്തത്. പെരുമ്പാവൂരിലേക്ക് കോഴിത്തീറ്റയുമായി പോയിരുന്ന ലോറി ഡ്രൈവർ തമിഴ്നാട് സ്വദേശി ശശികുമാർ ആണ് മരിച്ചത്. തൃശൂർ ഭാഗത്തേക്ക് അമിത വേഗതയിൽ പോയിരുന്ന കാർ ഇടിച്ച് ശശികുമാർ ദൂരത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. തന്റെ കാറിടിച്ച് റോഡരിയിൽ കിടന്ന് പിടയുന്നാളെ രക്ഷപ്പെടുത്താതെ ഡോക്ടർ കടന്നുകളയുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പെരിന്തൽമണ്ണയിൽ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ എറണാകുളത്തെ വീട്ടിൽ നിന്ന് ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം. അപകടത്തെ തുടർന്ന് യാത്ര ഉപേക്ഷിച്ച ഡോക്ടർ പുതുക്കാട് സ്റ്റാൻഡിന് മുൻപിൽ U-ടേൺ തിരിഞ്ഞ് എറണാകുളത്തേക്ക് പോകുകയായിരുന്നുവെന്നും ഈ സമയത്തും ലോറി ഡ്രൈവർ വഴിയരികിൽ ചോര വാർന്നൊലിച്ച് കിടക്കുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. അപകട സമയത്ത് കാറിൽ നിന്ന് തെറിച്ചുപോയ പാർട്സാണ് കാർ പിടികൂടാൻ പോലീസിന് സഹായകമായത്. അപകടത്തിൽ കേടുപാടുകൾ സംഭവിച്ച കാർ തിങ്കളാഴ്ച പുലർച്ചെ തന്നെ ഡോക്ടർ ഷോറൂമിൽ എത്തിക്കുകയായിരുന്നു. പശുവിനെ ഇടിച്ചാണ് കാർ തകർന്നതെന്നാണ് ഡോക്ടർ കാർ ഷോറൂമിൽ അറിയിച്ചിരുന്നത്. വാഹനം ഇടിച്ചിട്ട് നിർത്താതെ പോയതിന് ഡോക്ടർ സംഗീതിനെതിരെ പോലീസ് കേസെടുത്തു. കസ്റ്റഡിയിലെടുത്ത കാർ ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തി. പുതുക്കാട് SHO CJ മാർട്ടിൻ, SI K മണികണ്ഠൻ, ASI ജോഫി ജോസഫ്, CPOമാരായ സുമേഷ്, രതീഷ്, ആന്റണി എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തുന്നത്. TCV ന്യൂസ്, പുതുക്കാട്.
ഹൈസ്കൂളുകളെയും ഹയർ സെക്കൻഡറിയെയും ഏകീകരിക്കണമെന്ന നിർദ്ദേശമടങ്ങിയ ഖാദ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ചുള്ള ആശങ്ക വ്യാപകമാകുന്നു. ഹയർ സെക്കൻഡറിയിലെ NCERT സിലബസിന് പകരം കേരള സിലബസ് നടപ്പാക്കുമോ എന്ന ആശങ്കയാണ് ചർച്ചയാകുന്നത്. ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ ഹയർ സെക്കൻഡറി അധ്യാപക സംഘടനകൾ ഇതിനോടകം ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. ലയന നീക്കത്തിലെ പ്രായോഗിക പ്രശ്നങ്ങളാണ് ആശങ്കയായി നിലനിൽക്കുന്നത്. നിലവിൽ CBSE സ്കൂളുകളിൽ നിന്ന് 10ാം ക്ലാസ് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ കേരള സിലബസിലേക്ക് ചേക്കേറുന്ന സ്ഥിതിയാണ്. എന്നാൽ ഹയർ സെക്കൻഡറിയിലെ NCERT സിലബസ് കേരള സിലബസാക്കി മാറ്റിയാൽ വിദ്യാർത്ഥികൾ കേരള സിലബസ് വിട്ട് CBSE സ്വകാര്യ സ്കൂളുകളിലേക്ക് തിരിയുമെന്ന ആശങ്കയാണ് ഉയർന്നിട്ടുള്ളത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടപ്പാക്കുന്ന സർക്കാർ തന്നെ ഇതിന് തുരങ്കം വയ്ക്കുന്ന നിലപാട് സ്വീകരിക്കുകയാണെന്നും ഇങ്ങനെയൊരു നീക്കം ഹയർ സെക്കൻഡറിയുടെ ഗുണനിലവാരം തകർക്കാൻ ഇടയാക്കുമെന്നും ഫെഡറേഷൻ ഓഫ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ കൺവീനർ സന്തോഷ് മട്ടി പറയുന്നു. ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും ഒരേ നിലവാരത്തിലുള്ള സിലബസ് വരുമ്പോൾ സ്വാഭാവികമായും അത് കേരള സിലബസിലേക്ക് വരുമ്പോൾ ദേശീയ നിലവാരത്തിലുള്ള മത്സര പരീക്ഷകളെ കുട്ടികൾ അഭിമുഖീകരിക്കുന്നത് അപ്രാപ്യമാവും. CBSE അല്ലെങ്കിൽ ICSE തുടങ്ങിയ ദേശീയ നിലവാരത്തിലുള്ള സിലബസിലേക്ക് പോകാൻ ചിലപ്പോൾ കുട്ടികൾ നിർബന്ധിതരായേക്കാം. സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവർക്ക് മാത്രം മറ്റ് സ്വകാര്യ വിദ്യാലയങ്ങളിലേക്ക് പോയി ഉയർന്ന പഠന നിലവാരമുള്ള കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് കേരളത്തിലെ പൊതുസമൂഹം മാറിപ്പോവും. 10 വിഷയങ്ങൾ മാത്രം പഠിപ്പിക്കുന്ന ഹൈസ്കൂളും 39 കോമ്പിനേഷനുകളിലായി 52 വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ഹയർ സെക്കൻഡറിയും ഏകീകരിക്കുമ്പോൾ ഒട്ടേറെ പ്രായോഗിക പ്രശ്നങ്ങൾ ഉയരുമെന്നാണ് അധ്യാപക സംഘടനകളുടെ ആക്ഷേപം. ഹയർ സെക്കൻഡറിയുടെ ഗുണനിലവാരവും അധ്യാപകരുടെ ശമ്പള സ്കെയിലും ഗസറ്റഡ് സ്റ്റാറ്റസും സ്ഥാനക്കയറ്റവും യോഗ്യതയുമെല്ലാം അട്ടിമറിക്കപ്പെടുന്ന ആശങ്കയാണ് അധ്യാപക സമൂഹത്തിനുള്ളതെന്ന് ഡോക്ടർ മഹേഷ് ബാബു ചൂണ്ടിക്കാട്ടുന്നു. നിലവിൽ ഹയർ സെക്കൻഡറിയുടെ സ്കെയിൽ പോലും താഴത്തേക്ക് മാറ്റിക്കൊണ്ടാണ് അതിൽ നിർദ്ദേശങ്ങൾ വന്നിട്ടുള്ളത്. ഇനി സിലബസ് രണ്ടായതുകൊണ്ടും ഇത് പഠിപ്പിക്കുന്ന രീതിയിൽ ഇപ്പോൾ ഒരു അധ്യാപകൻ തന്നെ രണ്ടിടത്തും പഠിപ്പിക്കാൻ പോകുന്നതെങ്കിൽ 2 രീതിയിലുള്ള സിലബസ് ആണെങ്കിൽ അത് വളരെ പ്രശ്നങ്ങളുണ്ടാക്കുകയും സ്വാഭാവികമായിട്ട് ഇതൊന്നെങ്കിൽ സിലബസ് ലഘൂകരിക്കുന്നതിലേക്ക് ഒന്ന് മാറുകയും ചെയ്യുന്നുള്ള അധ്യാപകർക്ക് വലിയ ആശങ്കയാണ്. ഇടതുപക്ഷ അധ്യാപക സംഘടനകളുടെ സംഘടനാ ശക്തി വർദ്ധിപ്പിക്കാനാണ് ഇത്തരമൊരു ഏകീകരണ നീക്കമെന്ന ആരോപണവും ഇതര സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നേരത്തെ DPP വിദ്യാഭ്യാസ സമ്പ്രദായം പൊതുവിദ്യാഭ്യാസത്തെ തകർത്തതിന് സമാനമായ സാഹചര്യം ഹയർ സെക്കൻഡറി മേഖലയിൽ ഉണ്ടാകുമെന്നും ഇത് സംബന്ധിച്ച ആശങ്ക പരിഹരിക്കാൻ സർക്കാർ ക്രിയാത്മകമായ നടപടി സ്വീകരിക്കണമെന്നുമാണ് ആവശ്യം ഉയർന്നിട്ടുള്ളത്. TCV ന്യൂസ്, തൃശൂർ. കൊമ്പൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് വനംവകുപ്പ് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് നീക്കാൻ ധാരണയായി. വനംവകുപ്പ് മന്ത്രി K. രാജുവിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് നടന്ന യോഗത്തിലാണ് തീരുമാനം. നിയന്ത്രണങ്ങൾക്ക് വിധേയമായി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ ഉത്സവങ്ങൾക്ക് എഴുന്നള്ളിക്കുന്നതിന് അനുമതി നൽകാനും ചർച്ചയിൽ ധാരണയായി. മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, K. ഗണേഷ് കുമാർ MLA, കേരള എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷൻ, കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികളായ P. ശശികുമാർ, PS. രവീന്ദ്രൻ നായർ, PS. ജയഗോപാൽ, വത്സൻ ചമ്പക്കര, തെച്ചിക്കോട്ടുകാവ് ദേവസ്വം പ്രസിഡന്റ് ചന്ദ്രൻ രാമന്തറ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. 2018 വരെ നടന്നിരുന്ന ഉത്സവങ്ങൾ, പൂരം, പെരുന്നാൾ, നേർച്ച ആഘോഷങ്ങൾ എന്നിവ ഈ വർഷവും യാതൊരു തടസ്സവും കൂടാതെ നടത്തുവാൻ അനുമതി നൽകുന്നതിന് ചർച്ചയിൽ ധാരണയായി. 2018 വരെ നടന്ന ഉത്സവാഘോഷങ്ങൾ യഥാസമയം രജിസ്റ്റർ ചെയ്യുന്നതിന് വിട്ടുപോയിട്ടുള്ളവർക്ക് അതിനായി ഒരു അവസരം കൂടി നൽകുന്നതിനും യോഗം തീരുമാനിച്ചു. ന്യൂസ് ഡെസ്ക് TCV. വലിയ പറമ്പിൽ പൂട്ടിക്കിടന്ന വീട് കുത്തിത്തുറന്ന് കവർച്ച. 35 ലക്ഷത്തോളം രൂപ വില വരുന്ന ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതായാണ് സൂചന. മാള വലിയപറമ്പ് പള്ളിമുറ്റത്ത് അലു K. മുഹമ്മദിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. വീടിന്റെ മുൻഭാഗത്തെ വാതിൽ കുത്തിത്തുറന്നാണ് മോഷ്ടാവ് അകത്ത് കടന്നിട്ടുള്ളത്. വീടിനുള്ളിലെ അലമാരകൾ അവിടെ തന്നെ സൂക്ഷിച്ചിരുന്ന താക്കോൽ ഉപയോഗിച്ച് തുറന്നാണ് ആഭരണങ്ങൾ എടുത്തിട്ടുള്ളത്. അലമാരകൾക്കുള്ളിലെ സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിലായിരുന്നു. ഏതാനും ദിവസം മുൻപാണ് കുടുംബവുമൊത്ത് അലു K. മുഹമ്മദ് ഖത്തറിലേക്ക് തിരിച്ചുപോയത്. നാട്ടിൽ ആവശ്യത്തിനായി ഉപയോഗിക്കാൻ ലോക്കറിൽ നിന്നുമെടുത്ത ആഭരണങ്ങൾ തിരിച്ചുവെച്ചിരുന്നില്ല. അലു K. മുഹമ്മദ് ഇന്നലെ നാട്ടിലേക്ക് വരാനിരുന്നതാണെങ്കിലും അടുത്ത ദിവസത്തേക്ക് മാറ്റുകയായിരുന്നു. അലു K. മുഹമ്മദിന്റെ സുഹൃത്തും പരിസരവാസിയുമായ ബഷീറാണ് വീട് നോക്കാറുള്ളത്. കഴിഞ്ഞ 4 ദിവസം ഇയാൾ സ്ഥലത്തില്ലായിരുന്നു. ബുധനാഴ്ച രാവിലെ എത്തിയപ്പോഴാണ് വീട് തുറന്നു കിടക്കുന്നത് കണ്ടത്. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ വീടിന് മുന്നിലെ നിരീക്ഷണ ക്യാമറയിൽ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ മോഷ്ടാവിന്റെ മുഖവും തലയും മറച്ച നിലയിലായിരുന്നു. നിരീക്ഷണ ക്യാമറയുടെ DVRലെ തീയതി കൃത്യമല്ലാത്തതിനാൽ എന്നാണ് മോഷണം നടന്നതെന്ന് ആദ്യഘട്ടത്തിൽ വ്യക്തത ലഭിച്ചിട്ടില്ല. വീടിന് വടക്കുവശത്തെ മതിൽ ചാടിക്കടന്നാണ് മോഷ്ടാവ് വന്നിട്ടുള്ളതെന്നാണ് സൂചന. മതിലിന് പുറത്ത് സിമന്റ് അടർന്നു വീണതായും കാണുന്നുണ്ട്. സ്ഥലത്തെത്തിയ പോലീസ് നായ വീട്ടിൽ നിന്നും മതിലിനടുത്തും
തുടർന്ന് പ്രധാന റോഡിന്റെ വശത്തും വന്ന് നിൽക്കുകയായിരുന്നു. വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം സ്ഥലത്തെത്തിയിരുന്നു. മാള CI ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അന്വേഷണം ആരംഭിച്ചു. TCV മാള. ചിയാരത്ത് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിനിയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് പ്രതി വടക്കേക്കാട് സ്വദേശി കല്ലൂക്കാടൻ വീട്ടിൽ നിധീഷിനെ കൊല്ലപ്പെട്ട നീതുവിന്റെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. നിധീഷിനെ വടക്കേക്കാടുള്ള വീട്ടിലെത്തിച്ച് അന്വേഷണ സംഘം വീണ്ടും തെളിവെടുപ്പ് നടത്തി. 4 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ വ്യാഴാഴ്ച കോടതിയിൽ ഹാജരാക്കും. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വിവാഹാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥിനിയുടെ വീട്ടിലെത്തി പ്രതി പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്തിയത്. കൊടുങ്ങല്ലൂരിൽ കഞ്ചാവ് വേട്ട. 5 കിലോ കഞ്ചാവുമായി അന്തർ സംസ്ഥാന കഞ്ചാവ് മാഫിയ സംഘാംഗം പിടിയിൽ. കേരളത്തിലെ വിവിധ ജില്ലകളിലേക്ക് മൊത്തമായി കഞ്ചാവ് വിതരണം ചെയ്യുന്ന കഞ്ചാവ് രാജയുടെ സംഘത്തിൽപ്പെട്ട ഡണ്ടിഗൽ സ്വദേശി കാളിമുത്തുവിനെയാണ് കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്തു നിന്നും 5 കിലോ കഞ്ചാവ് സഹിതം സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയത്. ജില്ലയിൽ ലഹരിമരുന്നിന്റെ ഉപയോഗം വർദ്ധിച്ച സാഹചര്യത്തിൽ ജില്ലാ പോലീസ് മേധാവി രൂപീകരിച്ച ലഹരിവിരുദ്ധ സ്ക്വാഡിന്റെ നേതൃത്വത്തിലാണ് കഞ്ചാവ് മാഫിയയിലെ കണ്ണിയായ കാളിമുത്തുവിനെ വലയിലാക്കിയത്. തമിഴ്നാട്ടിൽ നിന്നും കഞ്ചാവ് കേരളത്തിലെ ഏതു സ്ഥലത്തേക്കും എത്തിച്ചു കൊടുക്കുന്ന സംഘമാണ് കഞ്ചാവ് രാജയുടേത്. ഇവരെക്കുറിച്ച് വിവരം ലഭിച്ച സ്ക്വാഡ് ആവശ്യക്കാരെന്ന വ്യാജേന ബന്ധപ്പെടുകയും അവരുടെ സംഘത്തിൽപ്പെട്ട കാളിമുത്തു കഞ്ചാവ് സഹിതം കൊടുങ്ങല്ലൂരിലേക്ക് എത്തുകയുമായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് കർശന പരിശോധനകൾ നടക്കുന്നതിനാൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ബസ്സുകളിലും മറ്റുമാണ് ഇവർ കഞ്ചാവ് കടത്തിയിരുന്നത്. കഞ്ചാവ് മാഫിയയെയും അവരുടെ പ്രവർത്തനങ്ങളെയും പോലീസ് സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. കൊടുങ്ങല്ലൂർ CI KG അനീഷ്, തൃശൂർ റൂറൽ ക്രൈംബ്രാഞ്ച് സ്ക്വാഡ് സബ് ഇൻസ്പെക്ടർമാരായ MP മുഹമ്മദ് റാഫി, മുഹമ്മദ് അഷ്റഫ്, സീനിയർ CPOമാരായ ജയകൃഷ്ണൻ, CA ജോബ്, സൂരജ് V ദേവ്, ലിജു ഇയാനി, വിനോഷ് ഷറഫുദ്ദീൻ, ദിനേഷ്, മാനുവൽ, PG ഗോപകുമാർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. TCV കൊടുങ്ങല്ലൂർ. ഇടവേള. ചില യാത്രകൾ പൂർണ്ണത തേടിയുള്ളതാണ്, പൈതൃകം തേടിയുള്ളതാണ്, പരിശുദ്ധി തുടിക്കുന്ന പട്ട് തേടിയുള്ളതാണ്. വൻ നഗരങ്ങളിലൂടെ, ചെറു പട്ടണങ്ങളിലൂടെ, അറിയപ്പെടാത്ത ഗ്രാമങ്ങളിലൂടെ ലോകത്തിലെ ഏറ്റവും മികച്ച പട്ട് തേടിയുള്ള യാത്ര. കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. വാർത്തയിലേക്ക്. വെള്ളിക്കുളങ്ങര പ്രസന്റേഷൻ സ്കൂൾ വരാന്തയിൽ ദുരൂഹ സാഹചര്യത്തിൽ രക്തപ്പാടുകൾ കാണപ്പെട്ടു. അടഞ്ഞുകിടക്കുന്ന ക്ലാസ് മുറികളുടെ വരാന്തയിലാണ് രക്തപ്പാടുകൾ കണ്ടെത്തിയത്. സ്കൂൾ അധികൃതർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വെള്ളിക്കുളങ്ങര SHO PV ലൈജുമോന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി. തൃശൂരിൽ നിന്നെത്തിയ ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി. പോലീസ് നായ ഹണി രക്തപ്പാടുകൾ കണ്ട വരാന്തയിൽ നിന്ന് സ്കൂളിന് പുറകിലെ റബ്ബർ തോട്ടത്തിലൂടെ ഓടി സമീപത്തെ മൃഗാശുപത്രിക്ക് സമീപം വന്നാണ് നിന്നത്. സയന്റിഫിക് അസിസ്റ്റന്റ് ഷാലി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ഫോറൻസിക് സംഘം രക്തസാമ്പിൾ പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട്. പരിശോധനാ ഫലം ലഭ്യമായ ശേഷമേ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനാകൂ എന്ന് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ലൈജുമോൻ പറഞ്ഞു. കഴിഞ്ഞ 2-3 ദിവസമായി അവിടെ ചോരയുടെ അടയാളങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അത് മനുഷ്യൻ്റെ രക്തമാണോ അല്ലെങ്കിൽ മൃഗത്തിൻ്റെ ആണോ എന്ന് അന്വേഷിക്കേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. അതിൻ്റെ ആവശ്യത്തിലേക്കായിട്ട് സയൻറ്റിഫിക് അസിസ്റ്റൻറ്റിനെയും ഡോസ് വാർഡിനെയും കൊണ്ടുവന്ന് പരിശോധന നടത്തിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ ഇത് മനുഷ്യൻ്റെ രക്തമാണോ എന്നുള്ള കാര്യം അറിയാൻ പറ്റൂ. വനപ്രദേശം അടുത്തുള്ളതുകൊണ്ട് എന്തെങ്കിലും മൃഗങ്ങൾ എന്തെങ്കിലും അപകടം പറ്റി വന്നതാണോ എന്ന് ആ കാര്യം കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. അതിന് ശേഷം തുടർ നടപടി സ്വീകരിക്കുന്നു. അഴീക്കോട് അഴിമുഖത്ത് വഴിമാറി വന്ന കപ്പൽ ആശങ്ക സൃഷ്ടിച്ചു. വൈകിട്ട് 4 മണിയോടെയാണ് ഗ്രേറ്റ് സീ വെമ്പനാട് എന്ന ചെറുകപ്പൽ അഴീക്കോട് അഴിമുഖത്ത് പ്രവേശിച്ചത്. അറിയിപ്പില്ലാതെ കപ്പൽ കടന്നുവന്നത് അധികാരികളെയും മത്സ്യത്തൊഴിലാളികളെയും ആശങ്കയിലാക്കി. തുടർന്ന് തീരദേശ പോലീസ് നടത്തിയ പരിശോധനയിൽ സാങ്കേതിക തകരാറിനെ തുടർന്ന് കപ്പൽ തീരത്ത് അണഞ്ഞതാണ് എന്ന് വ്യക്തമായി. അഴിമുഖത്ത് പ്രവേശിക്കാൻ തുറമുഖ വകുപ്പിന്റെ അനുമതി ലഭിച്ചതായും കപ്പൽ ജീവനക്കാർ അറിയിച്ചു. വലിയ കപ്പലുകളിൽ നിന്നും തുറമുഖത്തേക്ക് ചരക്കെത്തിക്കുന്ന ചെറു കപ്പലാണ് അഴിമുഖത്ത് നങ്കൂരമിട്ടത്.
തൃശൂർ നഗരത്തിൽ കുടിവെള്ള വിതരണം നടത്തുന്ന ടാങ്കർ ലോറികൾ തടഞ്ഞ് ഭക്ഷ്യസുരക്ഷാ ഓഫീസർമാർ പരിശോധന നടത്തി. വിതരണം ചെയ്യുന്ന വെള്ളം പരിശോധനയ്ക്കായി എറണാകുളം അനാലിറ്റിക്കൽ ലബോറട്ടറിയിലേക്ക് അയച്ചു. ടാങ്കറിന് പുറത്ത് ഫുഡ് സേഫ്റ്റി ലൈസൻസ് നമ്പർ എഴുതി പ്രദർശിപ്പിക്കാത്ത ടാങ്കർ ഉടമകൾക്കും വെള്ളം പരിശോധനാ റിപ്പോർട്ട് കൈവശമില്ലാത്തവർക്കും നോട്ടീസ് നൽകി. വെള്ളമെടുക്കുന്ന കിണറുകൾ പരിശോധിച്ച് ശുചിത്വം ഉറപ്പുവരുത്തി. വെള്ളം ശേഖരിക്കുന്ന സ്രോതസ്സുകൾ വൃത്തിയുള്ളതും പരിശോധനാ റിപ്പോർട്ട് ഹാജരാക്കുകയും ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് എടുക്കുകയും വേണം. ഇത് പാലിക്കാത്ത കിണർ ഉടമകൾക്ക് നോട്ടീസ് നൽകി. പുഴയോരം, ശ്രീമുരുകൻ, മേരീസ് എന്നീ കുടിവെള്ള വിതരണ കമ്പനികൾക്കാണ് നോട്ടീസ് നൽകിയത്. അശുദ്ധ ജലവിതരണം ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ചതായി അസിസ്റ്റന്റ് കമ്മീഷണർ എ ജയശ്രീ അറിയിച്ചു. ഫുഡ് സേഫ്റ്റി ഓഫീസർമാരായ വി കെ പ്രദീപ് കുമാർ, കെ കെ അനിലൻ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. റഫാൽ കേസിൽ മോഷ്ടിക്കപ്പെട്ട രേഖകൾ ആധികാരികമായി പരിഗണിക്കുമെന്ന സുപ്രീം കോടതി തീരുമാനം ബി.ജെ.പിക്കോ പ്രധാനമന്ത്രിക്കോ തിരിച്ചടിയല്ലെന്ന ബി.ജെ.പി വക്താവ് ഷാനവാസ് ഹുസൈൻ. റഫാൽ കേസിലെ സുപ്രീം കോടതി നിലപാടിന്റെ പശ്ചാത്തലത്തിൽ തൃശൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മോദിയാണ് ശുദ്ധനായ യഥാർത്ഥ കാവൽക്കാരൻ. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ റിവ്യൂ ഹർജിയിലെ തീർപ്പിനായി കാത്തിരിക്കും. അമേഠി മണ്ഡലത്തിനു വേണ്ടി ഒന്നും ചെയ്യാതിരുന്ന രാഹുൽ ഗാന്ധി വയനാടിനു വേണ്ടിയും ഒന്നും ചെയ്യില്ല. കേരളത്തിൽ ബി.ജെ.പി വലിയ വിജയങ്ങൾ നേടും. ത്രിപുരയിൽ സീറോ ആയിരുന്ന ബി.ജെ.പി ഹീറോ ആയതുപോലെ കേരളത്തിലും സംഭവിക്കുമെന്നും ഷാനവാസ് ഹുസൈൻ പറഞ്ഞു. ബി.ജെ.പി സംസ്ഥാന ഭാരവാഹി എം.എസ്. സമ്പൂർണ്ണ, ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ.കെ. അനീഷ് കുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജനവിധി 2019. ജില്ലയിൽ 26 സ്ത്രീ സൗഹാർദ്ദ പോളിംഗ് സ്റ്റേഷനുകൾ. ആലത്തൂർ, തൃശൂർ, ചാലക്കുടി ലോക്സഭാ മണ്ഡലങ്ങളായാണ് വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി സ്ത്രീ സൗഹാർദ്ദ പോളിംഗ് ബൂത്തുകൾ അനുവദിച്ചിട്ടുള്ളത്. സ്ത്രീ സൗഹാർദ്ദ പോളിംഗ് സ്റ്റേഷനുകളിൽ എല്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും വനിതകളാണ്. ജില്ലയിലെ കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ 20 പോളിംഗ് സ്റ്റേഷനുകൾ സ്ത്രീ വോട്ടർമാർക്കും 18 പോളിംഗ് സ്റ്റേഷനുകൾ പുരുഷ വോട്ടർമാർക്കും നിശ്ചയിച്ചു. ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ 145 മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത്. CPM-ന്റെയും CPI-യുടെയും ഏകപക്ഷീയ നിലപാടാണ് ഇടതുപക്ഷത്തെ ദുർബലമാക്കിയതെന്ന് ഫോർവേഡ് ബ്ലോക്ക് നേതാവ് ജി ദേവരാജൻ പറഞ്ഞു. പ്രസ് ക്ലബിലെ രാഷ്ട്രീയം പറയാമെന്ന തെരഞ്ഞെടുപ്പ് സംവാദത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടത് ബദലുണ്ടാക്കാനുള്ള ശക്തി നിലവിൽ CPM-നോ CPI-ക്കോ ഇല്ല. ശക്തമാകേണ്ട കാലത്ത് ഇടതുപക്ഷം ദുർബലമാകുന്നതിന് കാരണം CPM-ന്റെയും CPI-യുടെയും മറ്റ് കക്ഷികളോടുള്ള മനോഭാവമാണ്. RSPയും ഫോർവേഡ് ബ്ലോക്കുമെല്ലാം മുന്നണി വിട്ട് UDF-ൽ ചേക്കേറാൻ കാരണം ഇതുമാത്രമാണ്. തെരഞ്ഞെടുപ്പ് മുൻകൂട്ടി കണ്ടുകൊണ്ട് കർഷകരെ വലയിലാക്കാനുള്ള തന്ത്രമായിരുന്നു കർഷകർക്ക് 6000 രൂപ പ്രഖ്യാപിച്ച പദ്ധതി. കർഷകരുടെ മുഖത്തേക്ക് പിച്ചക്കാശ് വലിച്ചെറിയുന്ന നടപടി ജനം തിരിച്ചറിഞ്ഞതായും ദേവരാജൻ പറഞ്ഞു. കേന്ദ്രം ആര് ഭരിക്കണം എന്നതിനേക്കാൾ ജനാധിപത്യ മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണമോ എന്നതാണ് രാജ്യം നേരിടുന്ന വെല്ലുവിളിയെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. LDF കടവലൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പൊതുയോഗം പെരുമ്പിലാവിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നോട്ട് നിരോധനത്തിലൂടെ സംഘടിത അസംഘടിത മേഖലകളിൽ കോടിക്കണക്കിന് തൊഴിലവസരങ്ങളാണ് നഷ്ടപ്പെടുത്തിയതെന്നും കാരാട്ട് പറഞ്ഞു. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, സംസ്ഥാന കമ്മിറ്റി അംഗം NR ബാലൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബാബു M പാലിശ്ശേരി, ഏരിയ സെക്രട്ടറി MN സത്യൻ എന്നിവർ പങ്കെടുത്തു. പെരുമാറ്റച്ചട്ട ലംഘനത്തിന് തൃശൂർ കോർപ്പറേഷന് ജില്ലാ കളക്ടർ നോട്ടീസ് അയച്ചു. വ്യാഴാഴ്ച വിളിച്ചു ചേർത്തിട്ടുള്ള കൗൺസിൽ യോഗത്തിലെ 17 അജണ്ടകളിൽ തീരുമാനമെടുത്താൽ മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘനമാവുമെന്ന് കാണിച്ച് തൃശൂർ കോർപ്പറേഷൻ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി തൃശൂർ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടർ കോർപ്പറേഷന് നോട്ടീസ് അയച്ചത്. മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്ന തരത്തിലുള്ള കൗൺസിൽ യോഗ തീരുമാനം എടുക്കരുതെന്ന് ജില്ലാ വരണാധികാരിയായ ജില്ലാ കളക്ടർ രേഖാമൂലം കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടു. വീണ്ടും ഒരു വിഷുക്കാലം കൂടി വിരുന്നെത്തുകയാണ്. സമൃദ്ധി നിറഞ്ഞ വിഷുക്കാലത്തെ വിശേഷങ്ങളുമായി കണി കാണും നേരം.
കാർഷിക കേരളത്തിന്റെ നിറസമൃദ്ധിയുടെ നാളുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരു വിഷുദിനം വന്നെത്തുകയാണ്. ഐശ്വര്യം കണി കണ്ടുണരാനായി ഒരുക്കുന്ന വിഷുക്കണിയിൽ കണിവെള്ളരിക്ക് സവിശേഷ പ്രാധാന്യമുണ്ട്. മണ്ണും മനസ്സുമൊരുക്കി മണ്ണറിഞ്ഞ് പണിയെടുത്ത് മുന്നേറിയ കാലത്തിന്റെ സമൃദ്ധിയുടെയും ഭാവിയിലേക്കുള്ള പ്രതീക്ഷയുടെയും പ്രതീകമാണ് വിഷുക്കണി. കണിയൊരുക്കാൻ കണിവെള്ളരിക്ക കരുതി വയ്ക്കുന്നത് വിഷു ഒരുക്കങ്ങളിൽ പ്രധാനമാണ്. സ്വന്തം കൃഷിയിടത്തിൽ കണിവെള്ളരിക്ക ധാരാളമായി കൃഷി ചെയ്യുന്നയാളാണ് പുല്ലഴി സ്വദേശി ആലാട്ട് ചന്ദ്രൻ. 60 ദിവസമാണ് കണിവെള്ളരി കൃഷിയുടെ കാലയളവ്. പുല്ലഴി പാടത്തെ കണിവെള്ളരി കൃഷി വിളവെടുപ്പിൽ 1000-ലധികം കിലോഗ്രാം കണിവെള്ളരി ഓരോ വർഷവും അദ്ദേഹത്തിന് ലഭിക്കാറുണ്ട്. ചന്തയിൽ 25 രൂപ മുതൽ 30 രൂപ വരെയാണ് കണിവെള്ളരിയുടെ വില. നാടൻ കൃഷിപ്പാട്ടിന്റെ ഈണവുമായാണ് ചന്ദ്രനും കൂട്ടുകാരും കൂടിയുള്ള കണിവെള്ളരി വിളവെടുപ്പ്. മണ്ണൊരുക്കാം കൂട്ടരേ, മനസ്സൊരുക്കാം കൂട്ടരേ, മണ്ണറിഞ്ഞ് പണിയെടുത്ത് മുന്നേറാം കൂട്ടരേ, മുന്നേറാം കൂട്ടരേ. ജൈവവളങ്ങൾ ഉപയോഗിച്ചുള്ള കൃഷിരീതി ആയതിനാൽ ആലാട്ട് ചന്ദ്രന്റെ കണിവെള്ളരിക്ക് ആവശ്യക്കാർ ഏറെയാണ്. വിളവെടുത്ത കണിവെള്ളരി വിറ്റഴിക്കാൻ വിപണി തേടി പോകേണ്ടി വരാറില്ല ഈ കർഷകന്. ഈ സമയത്ത് കൃഷി ചെയ്തില്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട് എനിക്ക് അനുഭവപ്പെടാറുണ്ട്. കാരണം ചില സാഹചര്യങ്ങളിൽ കാരണം ആൾക്കാർ വന്ന് അന്വേഷിക്കുമ്പോൾ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അത് മനസ്സിലാലോചിച്ചിട്ടാണ് എല്ലാ വർഷവും മുടങ്ങാതെ തന്നെ ഞാൻ ഈ കൃഷി ചെയ്യുന്നത്. ഒരു കാരണവശാലും ഒരെണ്ണം പോലും മാർക്കറ്റിലേക്ക് എത്തിക്കേണ്ട ഒരു ആവശ്യം എനിക്ക് വന്നിട്ടില്ല ഇതുവരെ. കണ്ണനും കർണികാരവും കണിവെള്ളരിയും കണ്ണിന് പൊൻകണിയായി ഓട്ടുരുളിയിൽ ദൃശ്യമാകുന്ന കാഴ്ച വിരുന്നിന് വിഷു പുലരിക്കായി കാതോർക്കുകയാണ് മലയാളത്തിന്റെ നല്ല മനസ്സ്. TCV തൃശൂർ. സംസ്ഥാനത്തെ മികച്ച കർഷകനുള്ള അവാർഡ് നേടിയ ജോസഫ് പള്ളന്റെ കൃഷിയിടത്തിൽ കണിവെള്ളരിയുടെ സമൃദ്ധി. കോൽക്കുന്നിലെ 1.25 ഏക്കർ സ്ഥലത്താണ് വെള്ളരി കൃഷി ചെയ്ത് വിളവെടുക്കുന്നത്. വിഷു അടുത്തപ്പോഴേക്കും മികച്ച വില കൂടി ലഭിക്കുന്നതോടെ ജോസഫ് പള്ളൻ വെള്ളരി കൃഷിയിൽ ആവേശത്തിലാണ്. കാർഷിക സർവകലാശാലയുടെ തനദിനമായ സൗഭാഗ്യയാണ് ഇത്തവണ കൃഷി ചെയ്തത്. ശരാശരി 1 കിലോഗ്രാം തൂക്കം വരുന്ന ഈ ഇനം വിപണിയിൽ ആവശ്യക്കാർ ഏറെയുള്ളതാണ്. ഇപ്പോൾ കിലോഗ്രാമിന് 25 രൂപ വിലയുള്ള വെള്ളരി വിഷു ദിവസങ്ങളിൽ 40 രൂപ വരെ എത്തിയേക്കും. വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്നിരിഞ്ഞാലക്കുട, ചേർപ്പ്, അതുപോലെ തന്നെ മാള, അഷ്ടമിച്ചിറ, ഈ ഭാഗങ്ങളിലാണ്. പിന്നെ കൊടുങ്ങല്ലൂർക്കും ആണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ വർഷം ഞാൻ അല്പം ബ്രേക്കിന് ശേഷം 1.5 വർഷത്തിന് ശേഷം വീണ്ടും പച്ചക്കറിയിലേക്ക് വന്നതാണ്. ഇപ്പോൾ ഈ വെള്ളരിക്ക് പുറമെ വേറൊരു 1.5 ഏക്കർ സ്ഥലത്ത് വെണ്ടയുണ്ട്, പിന്നെ മത്തനുണ്ട്, കുറച്ച് കുമ്പളം ആണ് ഇപ്പോൾ കൃഷി ചെയ്തിരിക്കുന്നത്. കണിവെള്ളരി ചെറുതിനും നല്ല നിറമുള്ളതിനുമാണ് ഏറെ ആവശ്യക്കാരുള്ളത്. മാളയിലും പരിസര പ്രദേശങ്ങളിലും വിറ്റഴിക്കാനുള്ള കണിവെള്ളരിയാണ് മുൻ സൈനികൻ കൂടിയായ ജോസഫ് പള്ളന്റെ കൃഷിയിടത്തിൽ വിളവെടുപ്പ് തുടങ്ങിയിട്ടുള്ളത്. നിരവധി മൊത്തക്കച്ചവടക്കാരാണ് ഇവിടെ തോട്ടത്തിൽ നിന്ന് നേരിട്ട് വാങ്ങുന്നത്. കൃഷിയിടത്തിലെ വാഴ നട്ടിരിക്കുന്നതിനിടയിൽ ഇടവിളയായി ചെയ്ത വെള്ളരി ജോസഫിന് വിഷുക്കൈനീട്ടം കൂടിയാണ്. വിളവെടുപ്പ് കഴിഞ്ഞാൽ അതിന്റെ വള്ളികളും ഇലകളും വാഴയ്ക്ക് വളമായി മൂടും. വാഴകൃഷിക്ക് ഇടവിളയായി വെള്ളരിക്ക് പുറമെ വെണ്ടയും ചീരയും ചേനയും കൃഷി ചെയ്താണ് മികച്ച നേട്ടം കൈവരിക്കുന്നത്. ഇടവിള കൃഷി വാഴകൃഷിയുടെ ബോണസായി കണക്കാക്കിയാണ് ജോസഫ് പള്ളൻ വേറിട്ട രീതിയിൽ മികച്ച നേട്ടം കൈവരിക്കുന്നത്. TCV തൃശൂർ. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.
ദിവസവും 1000 ആഘോഷങ്ങൾ ഇവിടെ തുടങ്ങുന്നു. ജോസ് ആലൂക്കാസ്, ജ്വല്ലറി ഫോർ എവറി ജനറേഷൻ. വാർത്തയിലേക്ക്. തൃശൂർ വെസ്റ്റ് ഫോർട്ട് ആശുപത്രി ജീവനക്കാർ 70 ദിവസമായി ആശുപത്രിക്ക് മുന്നിൽ നടത്തി വന്നിരുന്ന സമരം ഒത്തുതീർപ്പായി. ആശുപത്രി മാനേജ്മെന്റും തൊഴിലാളി യൂണിയൻ പ്രതിനിധികളും നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് സമരം ഒത്തുതീർപ്പായത്. 10 വർഷം മുതൽ സർവീസുള്ള മുഴുവൻ ജീവനക്കാർക്കും സർക്കാർ പ്രഖ്യാപിച്ച മിനിമം വേതനം നൽകാനും 5 മുതൽ 10 വർഷം വരെയുള്ള മുഴുവൻ ജീവനക്കാർക്കും വർദ്ധിപ്പിച്ച മിനിമം വേതനത്തിന് 15% കൂട്ടി നൽകാനും തൊഴിലാളികൾക്ക് നൽകാനുള്ള ശമ്പള കുടിശ്ശിക 4 ഇൻസ്റ്റാൾമെന്റുകളായി 4 മാസത്തെ ശമ്പളത്തിന്റെ കൂടെ നൽകുന്നതിനും ചർച്ചയിൽ ധാരണയായി. തൊഴിലാളികൾ മിനിമം വേതനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ പ്രൈവറ്റ് ഹോസ്പിറ്റൽ വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് റിലേ നിരാഹാര സമരം നടത്തിവന്നിരുന്നത്. നേരത്തെ ലേബർ കമ്മീഷണറുടെയും ജില്ലാ ലേബർ ഓഫീസറുടെയും നേതൃത്വത്തിൽ ചർച്ചകൾ നടത്തിയിരുന്നുവെങ്കിലും വിജയിച്ചിരുന്നില്ല. തൃശൂർ പ്രൈവറ്റ് ഹോസ്പിറ്റൽ വർക്കേഴ്സ് അസോസിയേഷൻ കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം PK ഷാജൻ മധുരം വിതരണം ചെയ്തു. വിജയാഹ്ലാദം പങ്കുവച്ചു. ആശുപത്രി യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റും യൂണിറ്റ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് വിദ്യാസംഗീത്, ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ സുദർശനൻ, ഡേവിഡ്, ഏരിയ സെക്രട്ടറി കെ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല ശുദ്ധജലം ലഭിക്കുന്ന മുരിയാട് കായലിനോട് ചേർന്ന് കിടക്കുന്ന തൊമ്മാന ചെങ്ങാറ്റുമുറി പ്രദേശത്ത് മാലിന്യം നിറയുന്നു. പോട്ട 3 പീടിക സംസ്ഥാന പാതയിൽ തൊമ്മാന അവിട്ടത്തൂർ റോഡിലാണ് മാലിന്യ നിക്ഷേപം വർദ്ധിക്കുന്നത്. നാട്ടുകാർ നിരവധി തവണ പഞ്ചായത്ത് അധികൃതരോടും മറ്റും പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നാണ് ആക്ഷേപം. ശരിയായ രീതിയിൽ വഴിവിളക്കുകൾ പോലും ഇല്ലാത്തതാണ് ഇവിടെ മാലിന്യം കൊണ്ടുതള്ളുന്നതിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള മാള ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രകുളത്തിലെ മത്സ്യങ്ങൾ ചത്തുപൊന്തുന്നു. ക്ഷേത്ര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാതെ പുതുകുളത്തിലാണ് വൻതോതിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത്. ചത്തുപൊങ്ങിയ മത്സ്യങ്ങൾ ദുർഗന്ധം പരത്തുന്നുണ്ട്. ആയിരക്കണക്കിന് കരിമീനുകളാണ് വെള്ളത്തിന്റെ മുകൾ ഭാഗത്ത് ഓക്സിജൻ ലഭിക്കാൻ എത്തുന്നത്. വലിപ്പം കൂടിയ കരിമീനുകൾ ഇത്തരത്തിൽ ജീവൻ നിലനിർത്താൻ ശ്രമിക്കുന്നത് കാണാം. 1 ഏക്കർ വരുന്ന കുളത്തിൽ അടുത്തിടെ വരെ നാട്ടുകാർ കുളിക്കുന്നുണ്ടായിരുന്നു. വെള്ളത്തിന്റെ അളവ് ക്രമാതീതമായി കുറഞ്ഞതും ചെളിയുടെ അളവ് കൂടിയത് മൂലം ഓക്സിജൻ കുറഞ്ഞതുമാകാം മത്സ്യങ്ങൾ ചത്തുപൊന്താൻ ഇടയാക്കിയതെന്ന് സംശയിക്കുന്നു. അതേസമയം വെള്ളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള രാസവസ്തുക്കൾ എത്തിയിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. കുളത്തിലെ വെള്ളം ആരോഗ്യവകുപ്പ് അധികൃതർ ശേഖരിച്ച് പരിശോധന നടത്താനുള്ള ശ്രമത്തിലാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങി തുടങ്ങിയതെന്ന് ക്ഷേത്രം ഉപദേശക സമിതി സെക്രട്ടറി MP ശശിധരൻ പറഞ്ഞു. ആരോഗ്യവകുപ്പിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് അവർ വന്ന് ഇത് നിരീക്ഷിക്കുകയുണ്ടായി. അതിന് വേണ്ട ഇതിൻ്റെ വെള്ളം ടെസ്റ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളെ അവർ സമീപിച്ചിട്ടുണ്ട്. ക്ഷേത്രം അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് കുഴൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ VM നസീർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ D ഉണ്ണികൃഷ്ണൻ എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കുളത്തിലേക്ക് അടുത്തിടെ വഞ്ചിപ്പുരത്താഴം ജലസേചന പദ്ധതിയിൽ നിന്ന് വെള്ളം കനാൽ വഴി എത്തിയിരുന്നു. ഇതിലൂടെ ഏതെങ്കിലും രാസവസ്തുക്കൾ എത്തിയിരുന്നോവെന്നും അന്വേഷിക്കുന്നുണ്ട്. TCV മാള. വരൾച്ചയെ നേരിടാൻ മലമ്പുഴ ഡാമിൽ നിന്നും തുറന്നുവിട്ട വെള്ളം ചെറുതുരുത്തി പ്രദേശത്തെത്തിയത് വേനലിൽ ആശ്വാസമായി. വെള്ളം തുറന്ന് ഏകദേശം 8 ദിവസങ്ങൾക്ക് ശേഷമാണ് ചെറുതുരുത്തി പ്രദേശത്തേക്ക് വെള്ളം ഒഴുകിയെത്തിയത്. ചെറുതുരുത്തിയിൽ തടയണ ഉള്ളതിനാൽ വെള്ളത്തിന് നിലവിൽ കാര്യമായ ക്ഷാമം അനുഭവിക്കില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന തടയണ കാണുന്നതിനും തടയണയിൽ കുളിക്കുന്നതിനുമായി നിരവധി പേരാണ് ദിവസവും എത്തുന്നത്. ഭാരതപ്പുഴയോരത്തെ ചെറുതുരുത്തി തടയണയ്ക്ക് സമീപം വലിയ പച്ചമരങ്ങൾ അടിവശം തീവെച്ച് വീഴ്ത്തിയ നിലയിൽ കണ്ടെത്തി. 3 മരങ്ങളാണ് തീവെച്ച് വീഴ്ത്തിയിരിക്കുന്നത്. അടിഭാഗം പൂർണ്ണമായും കത്തി ഒടിഞ്ഞു വീണ നിലയിലാണ് മരങ്ങൾ. മരങ്ങൾ വീണതിന് ശേഷവും തടിഭാഗം കത്തിക്കൊണ്ടിരിക്കുകയാണ്. മരങ്ങൾ വെട്ടുന്നത് പിടിക്കപ്പെടും എന്നതിനാലാണ് പച്ചമരങ്ങൾ തീവെച്ച് കത്തിച്ച് വീഴ്ത്തുന്നതെന്നാണ് സംശയിക്കുന്നത്. നാഷണൽ ആയുഷ് മിഷന്റെ പ്രാണശക്തി പദ്ധതിയുടെ ഭാഗമായി തൃശൂർ രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പാർക്കിൻസൺസ് ദിനാചരണവും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. ജില്ലാ ആയുർവേദ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ MG ശ്യാമള ഉദ്ഘാടനം ചെയ്തു. പ്രാണശക്തി പദ്ധതി കൺവീനർ ഡോക്ടർ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഫ്രാങ്കോ ജെയിംസ് മുഖ്യ അതിഥിയായി. ഡോക്ടർ മേരി സെബാസ്റ്റ്യൻ, ഡോക്ടർ നേത്രദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഒരിടവേള കൂടി. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്.
where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തയിലേക്ക്. തൃശൂർ പാറമേക്കാവ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. രാവിലെ അമ്പലപ്പുഴ വിജയകുമാറിന്റെ സോപാന സംഗീതവും തുടർന്ന് ശിവേലിക്ക് ശേഷം പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരി മേളവും അരങ്ങേറി. പ്രതിഷ്ഠാ ദിന ചടങ്ങുകളിൽ പങ്കെടുക്കാനും ക്ഷേത്ര ദർശനത്തിനുമായി നിരവധി ഭക്തരാണ് എത്തിയത്. ഭക്തർക്ക് പ്രസാദ ഊട്ടും സജ്ജമാക്കിയിരുന്നു. ഉച്ചയ്ക്ക് ശേഷം നാഗസ്വര കച്ചേരി, പഞ്ചവാദ്യം, ഡബിൾ തായമ്പക എന്നിവയും അരങ്ങേറി. ഓൾ ഇന്ത്യ ആയുർവേദ എംപ്ലോയീസ് ആൻഡ് തെറാപ്പിസ്റ്റ് അസോസിയേഷൻ വാർഷികാഘോഷം തൃശൂരിൽ നടന്നു. പ്രൊഫസർ സി വിമല വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് ഷാജൻ കാവീഡ് അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ ജനറൽ കൺവീനർ സിജോ എം ജോൺ, ജനറൽ സെക്രട്ടറി അഭിലാഷ പയ്യപ്പള്ളി, ജോയിന്റ് സെക്രട്ടറി ജോൺസൺ ചക്കാലക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. വാണിജ്യം. എല്ലാവിധ തുണിത്തരങ്ങളുടെയും ഡ്രൈ ക്ലീനിങ്ങും സ്റ്റീം അയേണിംഗുമായി ദി ലോണ്ടറി ക്ലബ്ബ് പൂങ്കുന്നത്ത് പ്രവർത്തനം ആരംഭിച്ചു. പൂങ്കുന്നം പ്രേംജി റോഡിൽ ഒമേഗ ഹൈപ്പർ മാർക്കറ്റിന് എതിർവശം അരിക്കാരിയ ജ്യോതി നെസ്റ്റ് ബിൽഡിംഗിൽ ആരംഭിച്ച ദി ലോണ്ടറി ക്ലബ്ബ് കുടുംബാംഗങ്ങൾ ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. പാർട്ട്ണർമാർ, കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. എല്ലാവിധ വസ്ത്രങ്ങളുടെയും ഡ്രൈ ക്ലീനിങ്ങും സ്റ്റീം അയേണിംഗും ഏറ്റവും ഉത്തരവാദിത്തത്തോടെ ലോണ്ടറി ക്ലബ്ബിൽ ചെയ്തു നൽകുന്നതാണ്. കൂടാതെ കർട്ടൻസ്, ബ്ലാങ്കറ്റ്, ഷൂസ്, കാർപ്പറ്റ്, ടോയ്സ്, ആക്സസറീസ് എന്നിവയുടെ ക്ലീനിങ്ങും ഏറ്റവും മികവാർന്ന രീതിയിൽ ചെയ്തു നൽകുന്നതാണ്. കൂടാതെ ലെതർ സ്പായും സാരി റോൾ പ്രസ് സൗകര്യവും ലോണ്ടറി ക്ലബ്ബിലുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഏറ്റവും മികച്ച സേവനങ്ങളാണ് ലോണ്ടറി ക്ലബ്ബിൽ ഒരുക്കിയിരിക്കുന്നത്. സ്റ്റേറ്റ് ഓഫ് ആർട്ട് പ്രോസസ്സിംഗ് ഫെസിലിറ്റി, ബാർകോഡ് ബേസ്ഡ് ട്രാക്കിംഗ്, ഓർഡർ ഓൺലൈൻ തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം ലോണ്ടറി ക്ലബ്ബിന്റെ പ്രത്യേകതകളാണ്. നിശ്ചിത ഏരിയകളിൽ ഫ്രീ ഡെലിവറി സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ലോണ്ടറി ക്ലബ്ബിന്റെ ഫ്രാഞ്ചൈസികൾ ആരംഭിക്കുന്നതിനുള്ള അവസരവും ഇപ്പോഴുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9207612555. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വത്തെ വിമർശിച്ച CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ബിനോയ് വിശ്വം. രാഹുലിന്റേത് രാഷ്ട്രീയമായ പക്വതയില്ലായ്മയെന്ന ബിനോയ് വിശ്വം. പുതുക്കാട് സെൻട്രൽ കാറിടിച്ച് ലോറി ഡ്രൈവർ മരിച്ച സംഭവത്തിൽ അപകടത്തിനിടയാക്കിയ കാർ കസ്റ്റഡിയിലെടുത്തു. കാർ ഓടിച്ചിരുന്ന എറണാകുളം സ്വദേശിയായ ഡോക്ടർക്കെതിരെ പോലീസ് കേസെടുത്തു. ഹൈസ്കൂളുകളെയും ഹയർ സെക്കൻഡറിയെയും ഏകീകരിക്കണമെന്ന നിർദ്ദേശമടങ്ങിയ അഗാധ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള ആശങ്ക വ്യാപകമാകുന്നു. ഹയർ സെക്കൻഡറിയുടെ ഗുണനിലവാരം തകരാനിടയാകുമെന്ന് അധ്യാപക സംഘടനകൾ. കൊമ്പൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് വനംവകുപ്പ് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് നീക്കാൻ ധാരണയായി. നിയന്ത്രണങ്ങൾക്ക് വിധേയമായി രാമചന്ദ്രനെ ഉത്സവങ്ങൾക്ക് എഴുന്നള്ളിക്കുന്നതിന് അനുമതി നൽകാനും ചർച്ചയിൽ തീരുമാനം. മള വലിയ പറമ്പിൽ പൂട്ടിക്കിടന്ന വീട് കുത്തി തുറന്ന വൻ കവർച്ച. 35 ലക്ഷത്തോളം രൂപ വില വരുന്ന ആഭരണങ്ങൾ നഷ്ടപ്പെട്ടു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.